അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വിശേഷത്തേക്ക് സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ 1 മണി കഴിഞ്ഞിപ്പോൾ എത്തിയിട്ടുള്ളൂ. ഞാൻ രാജേട്ടൻ വന്നിട്ടുണ്ട്. രാജേട്ടന് കുറച്ച് ദൂരെയായിരുന്നു കേട്ടോ പണി. അപ്പോൾ ചോറിനാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകണം. അമ്മ ഒന്നും പോയിട്ടില്ല, അവർക്ക് കോളേജിൽ നിന്ന് നമ്മുടെ വളാഞ്ചേരി റോഡിലൊക്കെ എന്തോ ബസ് സമരമാണ്. അപ്പോൾ അമ്മ പോയിട്ടില്ല, അപ്പ പോയിട്ടുണ്ട്. അപ്പോൾ അതപ്പോൾ വന്നു ഈ ചോറിനാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ, മഴ നിൽക്കണമെന്നില്ല. ഇന്നിപ്പോൾ അല്ലാതെ പെയ്തിട്ടില്ല, മൂടി നിൽക്കുകയാണ്. അമ്മൂട്ടി കുറേ തിരുമ്പിലുണ്ട്, ഒക്കെ മുറ്റത്ത് കൂടെ തന്നെ കിടക്കണം. എന്നാലും എനിക്ക് കുറേശ്ശെ വെള്ളമൊക്കെ നിൽക്കുമ്പോൾ ഉള്ളിൽ കൂടെ കൊണ്ടുവന്നു. അപ്പം അന്ന് ചോറിനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഒരു രസം ഉണ്ടാക്കി. അമ്മ ചോറുണ്ടോ? കോട്ടെ അമ്മ ചോറുണ്ടോ അല്ലേ? വീട്ടിലെല്ലാം വളമിട്ടെ കഴിച്ചോ. എന്നാ പിന്നെ പാത്രമൊക്കെ ഒരുമിച്ച് കഴിച്ചോ. പിന്നെ ഇപ്പം എന്താ പറയാ, ഓരോരോ സ്ഥലത്തെ നല്ല വെള്ളപ്പൊക്കമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. റോഡ് വരെയൊക്കെ മൂടുന്നല്ലാണ്ട് ഇവിടൊക്കെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ വന്നോ? അപ്പം പോകണം, ഒന്ന് പോയി കാണണത്. ഞങ്ങളങ്ങനെ വെച്ചിട്ട് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ റോഡിലെ കൂടെ കണ്ടിട്ട് ഞങ്ങളൊക്കെ അവിടെ പോയിട്ട് കണ്ടുപോന്നിട്ടോ, വീഡിയോ ഒക്കെ എടുത്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും കണ്ടി ഇടാച്ചിട്ടേ, കാരണം നമുക്ക് രൂപമല്ല കേട്ടോ. ശരിക്കും വാച്ച് അവർ എത്തുമൊന്നും എനിക്കറിയില്ല. എങ്ങനെ നോക്കിയാലും അത് കൂടുന്നില്ല കേട്ടോ വാച്ച് അവർ. ഡെയിലി വീഡിയോ ഇടാത്തിട്ടായിരിക്കും, എന്താ അറിയില്ല, എന്നോട് കഴിയുമൊന്നും അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ആ ചോറ് ഞാൻ സ്പെഷ്യലെന്ന് പറയാനൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കില്ല കേട്ടോ. കിഴങ്ങുണ്ടല്ലോ, ഉള്ളിയും കിഴങ്ങും കൂടെ ഒരു മസാല ഉണ്ടാക്കി. അപ്പൂസ് ഇതാ കൊണ്ടുപോയത്, ഇതും അച്ചാറും കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ ഇതാ രസം, അതും അച്ചാറും ഉണ്ട്. അത് മതി, വിശക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മതി. എപ്പോഴും ഇപ്പോൾ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കുരുമുളകുണ്ട്, നല്ല എരിവുണ്ടാവുന്നത്. അപ്പോൾ ഇത് കൊള്ളി ചോറ് കേട്ടോ. നമ്മളിവിടെ മഴ പെയ്ത ഫുള്ള് വെള്ളം. ഇവിടെ എന്തെങ്കിലും കഴിഞ്ഞ ഷീറ്റ് ഇടണം. ചെറുതായിട്ടൊരു സ്ഥലമില്ല കേട്ടോ, റോഡാണ്. ഈ വെള്ളം തെറിക്കുമ്പോഴേ ചിലപ്പോൾ ഞാൻ തന്നെയാണ് വഴിക്ക് വീഴുക. ഇവിടെ കൊണ്ടുപോയിട്ടെ കുഞ്ഞാളൊക്കെ ഒക്കെ തിരുമ്പിട്ടതാണ്, കുറച്ചൊക്കെ വലിഞ്ഞുണ്ട്, അല്ലാത്തൊക്കെ ഉണ്ട്. അപ്പം എന്താ മഴ വരുന്നുണ്ട്, നല്ല മഴ പെയ്യാൻ നിൽക്കുന്നുണ്ട്, മൂടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ കൂടെ കിടന്നു. ഇപ്പോൾ രാജേട്ടന് പോകണം. അപ്പം അങ്ങോട്ട് എത്തണം, ചെറുപ്പശ്ശേരി ഭാഗം അവിടെ എത്തണം. അവിടേക്ക് എത്തണ്ട, കുറച്ച് എടുക്കണം. 5 കിലോമീറ്ററോ കുറച്ച് ദൂരമുണ്ട്. ഇങ്ങനെ കാണുമ്പോഴേ രാജേട്ടൻ പോകുവാണ്. ഇനി പോയിട്ട് ഞാൻ വൈകുന്നേരത്തെ വിശേഷം ഞാൻ ഏർപ്പെടാം. രാജേട്ടൻ നമ്മോട്ട് പണി മാറ്റിയിട്ട് അപ്പോൾ ഞങ്ങൾ വേഗത്തിൽ അവിടെ ചായ ഇങ്ങോട്ടേക്ക് തരട്ടെ. തെങ്ങിന് വെള്ളം ചുളയ്ക്കും തോന്നുന്നു. എണ്ണ വേണ്ട, കൊട്ടയാണ്, ഉച്ച വേണ്ട, കുറച്ച് ഉണ്ടാക്കല്ലേ. വേറെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, ആക്കിയിട്ട് വരാം. തേങ്ങ ഇവിടെ അവിലെ അവിടെ കഴിക്കുക. വേഗത്തിരി അതിൽ നനയ്ക്കാച്ചിട്ടേ തേങ്ങ ചിരകിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൊണ്ട് കുഴക്കുക. അപ്പം ചായക്കടിയായി. ഉച്ചയ്ക്ക് കുറച്ച് നേരം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുണികളെ കുറേ ഉണങ്ങി കിട്ടി. ഇപ്പോൾ വൈകുന്നേരം അങ്ങനെ എന്നും ഇങ്ങനെയാണെങ്കിൽ നല്ല സുഖം കേട്ടോ. രാവിലെ മുതൽ ചെറിയോളം മഴ പെയ്യാണ്ട് വൈകിട്ട് പെയ്യുക. അപ്പം സൂപ്പറാണ്. അവിടെ തേങ്ങ എത്ര എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുഴച്ച് വെച്ചാൽ ഒരു മാറി രസം ഉണ്ടാവില്ല. അത് ആ വരുന്ന സമയത്ത് ചെയ്യണം. കുറച്ച് വെള്ളം
ഇങ്ങനെ കലക്കി കൊടുക്കുക. ചായക്ക് കടി സ്പൂണ് വെച്ചാക്കിയാലും ശരിയാവില്ല കേട്ടോ. തേങ്ങ പാടെ കയ്യിലിട്ട് നല്ലോണം അങ്ങോട്ട് ഞൊണ്ടി അതിൻ്റെ ഒക്കെ സെറ്റാക്കി എന്നിട്ട് അപ്പം വൈകുന്നേരത്തെ സ്പെഷ്യലാക്കത് ഉണക്കത്തളയന കൊണ്ടുവന്നു. ഉണക്കത്തളയം വറക്കുകയും ചെയ്യുക. നമുക്ക് നമ്മൾ ഈ വെണ്ടയ്ക്കല്ലേ, വെണ്ടയ്ക്കും തക്കാളി കൂട്ടി മുളകിട്ട് അത് മതി രാത്രിക്ക്. ഉച്ചയ്ക്ക് രസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പം പയറൊക്കെ ഉണ്ട് നാളത്തേക്ക്. ഇതെന്താ കൊണ്ടുവന്ന നെയ്യ് കൊണ്ടുവന്നുണ്ടാകും. നെയ്യ് കൊണ്ടുവന്നു ചെറിയതാണ്. ഇത് സംഭവം നമുക്ക് നാളെ ഉണ്ടാക്കണം. പിന്നെന്താ മല്ലി ഇവിടെ എങ്ങനെ വെച്ചിട്ടാ ഇടയ്ക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുള്ളൂ. ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചാൽ പ്രത്യേക മണമാണ്. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ കറികളൊക്കെ അങ്ങനെയല്ലേ മല്ലിയൊക്കെ വറുത്തരച്ചിട്ട്. അപ്പം ഞാൻ അങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വയ്ക്കും. അപ്പം അങ്ങനെയൊക്കെ ഇപ്പം ചുക്കളുടെ അടുപ്പത്തുണ്ട്. ചോറ് കുറച്ച് വയ്ക്കണം. ഇന്ന് ഈ 2 നേരം ചോറ് വയ്ക്കണം കേട്ടോ. ഞാൻ ചിലപ്പോൾ വിചാരിക്കും വൈകുന്നേരം ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി എന്തെങ്കിലും ആക്കാൻ. പക്ഷെ എന്താ വെച്ചിട്ടാ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിലും ഇപ്പോൾ വൈകുന്നേരം അത്ര ചോറ് കഴിച്ചിട്ടില്ലേ ഒരു മാതിരി ഉറക്കം വരില്ല. അതൊന്നല്ല, ചപ്പാത്തി ക്രിസ്ത്യൻ മാസമായാൽ നമ്മളിവിടെ എപ്പോഴും ചപ്പാത്തി ആയിട്ട് രാത്രി സ്വാമിമാർക്ക് ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരം ചപ്പാത്തിയോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ ചപ്പാത്തി കഴിക്കില്ല ഒന്നാമത്. അതിന് രാത്രി ചോറുണ്ട് ശീലമായിട്ടേ. പിന്നെ ഷുഗറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിവൃത്തിയില്ലാതെ കഴിക്കും കേട്ടോ. ചോറ് വയ്ക്കണം. കോഴികളൊക്കെ കണ്ടോ അവിടെ കയറി നിൽക്കണേ. കൂട്ടിലേക്ക് ഞാൻ പഠിച്ചിരണം കേട്ടോ. ഇവളാണ് രാജയുടെ പണിമാറ്റി വരുമ്പോൾ ഓടി വരുന്നത്. നമ്മളെ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവളെ നിലമ്പൂരിൽ നിന്ന് നാത്തൂർ കൊണ്ടുവന്ന് കോഴിയത്. അത് പ്രായമുണ്ട് കേട്ടോ, പാവം. ഇത് വരും. അതുപോലെ ഒരു പൂച്ചയുണ്ട്. അവിടെ വന്നിട്ട് രാജേട്ടൻ എന്തെങ്കിലും കൊടുത്താൽ പിന്നെ വേഗം പോകും കേട്ടോ. ഉണ്ട്. പിന്നെ നമ്മളിവിടെ വെള്ളം നിറഞ്ഞിട്ടേ ഇവിടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെയൊക്കെ മക്കള് ചെറുതാകുമ്പോൾ ഓടി കളിച്ചായിരുന്നു. ഇവിടെ വന്ന സമയത്തൊക്കെ നല്ലോണം ഓടി കളിച്ചത്. ഒരു എന്താ പറയുക, ഒരു താനൊരു പ്രദേശം പോലെ അങ്ങനത്തെ സ്ഥലത്ത് കുമ്പ് പോലെ അതിൽ മഴ തിരിച്ച് കണ്ടോ. അവിടെ നിന്ന് ഉറവ് വരുന്നുണ്ടോ, താനും ഉറവ് വരിക. നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഇവിടെ അവിടെയൊക്കെ ഉണ്ട് ഉറവ് വന്നിട്ട് നല്ല മീനെ കൊണ്ട് പോകുന്നു. അതിൽ നല്ല പോലെ രാത്രി ആകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ശബ്ദമാണ്. തവളകൾ നിറയെ ഉണ്ടാവും. ഭയങ്കര ഒരുപാട് ശബ്ദമാണ്. നമ്മൾ പേടിയാവും കേട്ടോ. അങ്ങനെ പുലർച്ചെ നേരത്തെ അങ്ങനെ കേൾക്കുമ്പോഴേ വലിയ വലിയ തവളകളാണ്. അങ്ങനെ ഉറവ് വരുന്നുണ്ടോ, നല്ല ഉറവ് വരുന്നുണ്ട്. ഇവിടെ ഈ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, പിന്നെ തൊഴിലുറപ്പുകാരൊക്കെ വന്ന് വെട്ടിപ്പോണതോ. പക്ഷേ നല്ല കാടായിരുന്നു ഒരു മഴയ്ക്ക്. നല്ല നല്ല പുലി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പന്നികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ നമ്മളെ ഈ കാടില്ലേ, ഇവിടുത്തെ തൊടി കേട്ടോ. ഇതിലാണ് നമ്മളെ കോഴികളൊക്കെ വന്ന് നിൽക്കൽ. ഇവിടുന്ന് ബാക്കി കീരികളൊക്കെ പിടിച്ചിട്ടാണ് നമുക്ക് ബാക്കി കിട്ടുക പകല്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളിവിടുത്തെ ഇത് കേട്ടോ. ഇനി പുഴയൊക്കെ നല്ലോണം നിറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ കുറച്ചൊരു വെയിലുണ്ടാവുകൊണ്ട് ആ വെള്ളമൊന്നും പറ്റിയിട്ടുണ്ടാവും. കുറച്ചൊക്കെ ഒന്ന് ഇവിടെ അതൊരു തൊട്ട തന്നെയാണ് നമ്മളെ വീട്. രാത്രി നമ്മളൊക്കെ പേടിയാണ്. ഈ പുലർച്ചയൊക്കെ നിൽക്കുമ്പോഴൊക്കെ എനിക്ക് പേടി കൂടുതലും. കാരണം എല്ലാവരും കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ ആകുമ്പോഴേ അപ്പോൾ ഞാൻ അടുക്കളയിൽ വേഗം വന്നിട്ട് വേഗം വാതിലടക്കും. നല്ല മഴ വീണ്ടും തുടങ്ങിട്ടോ. എല്ലാവരും പണി മാറ്റി അവരവരെ വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷമാണ് മഴ പെയ്യുന്നത്. ഒരു സമാധാനമുണ്ട്. ഉണ്ടാകുന്നുണ്ട് മഴ പെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മീനൊക്കെ ഒന്ന് വറക്കവും കറി വെച്ചൊക്കെ ചെയ്യട്ടെ. വിളക്കച്ചാറായിരുന്നു ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല
ഞങ്ങൾ ഇന്ന് കാണാൻ നല്ല രസാട്ടോ. അപ്പോൾ ഈ നേരത്തെ എനിക്ക് ഭയങ്കര പണി, നല്ല പണി. ഇവിടെയൊക്കെ ഇപ്പം തുടച്ചിട്ട സ്ഥലമാണ്. അതൊക്കെ കണ്ടോ, ഈ മഴ പെയ്യുമ്പോൾ നേരെ രാജേനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ കൊത്തൻ ചായ ഉണ്ട്. മഴയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ടാണ് നല്ല രസാട്ടോ. പക്ഷേ ഞാൻ പണി തുടങ്ങട്ടെ, അല്ലെങ്കിൽ വൈകുന്നേരം ചോറിനാ നേരെ ഒന്നും ആവില്ല. ചിലപ്പോൾ കറണ്ടും കൂടെ പോയാൽ നന്നാവും. അവർ വരുമ്പോഴേ അവിടെ നിന്ന് മത്തൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇന്നലെ ഞാൻ പോയപ്പോൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ എടുത്തില്ല. തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മുതല കറി വെച്ചിട്ടുണ്ടെന്നാലും ഇത് കുറച്ച് വെള്ളമില്ലാണ്ട് ഒന്ന് താളിക്കാം. വേഗം താളിക്കരുത് കേട്ടോ. ഇവരെ തറവാട്ടിൽ പോയി വന്നപ്പോൾ മത്തൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുതിര കറി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കമ്മി വറുത്തൊക്കെ ഉണ്ടായിരുന്നു. മത്തൻ്റെ ഇല ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഇത് വേണ്ട ചൂടുണ്ട്, നല്ലുണ്ട്. കഞ്ഞിര വെള്ളത്തിൽ ചെറിയുള്ളിയും പച്ചമുളകൊക്കെ അങ്ങോട്ട് ചതച്ച് കണ്ട. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, നല്ല കറി. ഇതൊക്കെ ഇപ്പോഴേ കിട്ടുള്ളൂ. അവർക്ക് അറിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രാജന് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഇലക്കറികൾ. അപ്പം മത്തൻ്റെ ഇലയും മുതിരക്കറിയും പിന്നെ നമ്മുടെ ഉണക്ക തടയം ഇങ്ങോട്ട് ചോറിനട്ടെ. അപ്പം ഇനി ഇന്നത്തെ വിശേഷം നിർത്തുക കേട്ടോ. നമുക്ക് ഇത്രയേ ഉള്ളൂ.